നമസ്കാരം. ഇനി അറസ്റ്റിലാകാൻ ഒരു മന്ത്രി കൂടി. കാരണം കോടിക്കണക്കിന് രൂപയ്ക്കാണ് അയ്യപ്പന്റെ സ്വർണം ഇവനെല്ലാവരും കൂടി വിറ്റു തുലച്ചത്. സ്വർണക്കൊള്ളയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള വമ്പൻ സ്രാവുകൾ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. വിശ്വാസികൾക്ക് തർക്കമില്ല, പക്ഷേ സഖാക്കന്മാർക്ക് തർക്കമുണ്ടാകാം. എങ്കിലും കുഴപ്പമില്ല. അതിനുവേണ്ടി ഇ.ഡി. ശബരിമല കയറുമ്പോൾ സത്യം വെളിച്ചത്തു കൊണ്ടുവരും അയ്യപ്പൻ എന്നുള്ള കാര്യത്തിൽ വിശ്വാസികൾക്ക് ഉറപ്പാണ്. ശബരിമലയിലെ പൊന്നുകടത്തിയ കേസിൽ സംസ്ഥാനം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി കിട്ടുമ്പോൾ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം അന്വേഷണം എവിടെയോ മന്ദഗതിയിലായി പോയിരിക്കുന്നു. വാസുവിലും പത്മകുമാറിലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ശബരിമലയിൽ നിന്നും പൊന്നുകെട്ടവന്മാരെ പിന്നെ പിടിക്കുവാൻ എന്തുകൊണ്ട് ആ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘം, അതായത് SITയുടെ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ട് എന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കേസ് രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നു. അത് നിർണായകമാവുകയാണ്. പക്ഷേ ഈ ഉത്തരവ് പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇ.ഡിയുടെ അന്വേഷണം വരുമ്പോൾ ഇനി കുടുങ്ങാൻ പോകുന്നത് ആ മുൻ മന്ത്രിയും ഇനിയുള്ള മന്ത്രിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയുമാണോ എന്നൊരു സംശയം ബാക്കിയാകുന്നത്. അന്വേഷണത്തിൽ സമാന്തര ഇടപെടൽ വേണ്ടെന്ന സർക്കാരിന്റെയും SITയുടെയും വാദം തള്ളിക്കൊണ്ട് തന്നെയാണ് ഇ.ഡി അന്വേഷണം ഏൽപ്പിച്ച കൊല്ലം കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേവലം ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കവർച്ചയ്ക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടുകൾ ഇ.ഡി അരിച്ചു പറക്കും. അന്വേഷണ രീതിയെ കാറ്റാടി യന്ത്രം പോലെ കറങ്ങുന്നത് എന്ന് പരിഹസിച്ച ഹൈക്കോടതി എന്തുകൊണ്ടാണ് രേഖകളിൽ തിരിമറി നടത്തിയ ഉന്നതരെ തൊടാത്തത് എന്ന് കൃത്യമായി ചോദിച്ചതോടെ SIT പ്രതിരോധത്തിലായി. ഇതിനൊപ്പമാണ് വിജിലൻസ് കോടതിയിൽ നിന്ന് ഇ.ഡിക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവ് വരുന്നത്. അപ്പോൾ ഈ ഇരട്ട പ്രഹരം കേരള പോലീസിന്റെ അന്വേഷണത്തെ ദുർബലമാക്കുമ്പോൾ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇ.ഡി കളം നിറയാൻ ഒരുങ്ങുകയാണ്. SITക്ക് മുന്നിലുള്ള വഴി കടുപ്പമേറിയതാണ്. പിടിച്ചെടുത്ത രേഖകളും സാക്ഷിമൊഴികളും ഇ.ഡിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരുന്നത് അന്വേഷണത്തിന്റെ രഹസ്യാത്മകത ഇല്ലാതാക്കുമെന്ന് പോലീസ് ഭയക്കുന്നു. അതിനിടെ എല്ലാ രേഖകളും ഇ.ഡിക്ക് കൈമാറുമോ എന്ന ആശങ്കയുമുണ്ട്. ഇതിനും ചില കേന്ദ്രങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വർണം വിറ്റ് പണം അത് രാഷ്ട്രീയ നേതാക്കളുടെയോ ഉദ്യോഗസ്ഥരുടെയോ ബിനാമി അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ടോ എന്ന അന്വേഷണം ഇ.ഡി ഊർജിതമാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായിട്ടുള്ള മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേസിലെ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് പലപ്പോഴായിട്ട് 1.5 കോടി രൂപ നൽകിയെന്ന് അറസ്റ്റിലായിട്ടുള്ള ബൊല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു. 1.5 കോടി നൽകിയതിനു ശേഷമാണ് സ്വർണം വാങ്ങിയത് എന്നും പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഗോവർദ്ധൻ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുകയാണ്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാണ് ഗോവർദ്ധന്റെ വാദം. ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെ SIT വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു. ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ല എന്നും ശബരിമലയിലെ ആവശ്യത്തിന് എന്ന് പറഞ്ഞാണ് പലപ്പോഴും പണം നൽകിയത് എന്നും സുഹൃത്തെന്ന നിലയിലാണ് സ്വർണം വാങ്ങിയത് എന്നുമാണ് ഗോവർദ്ധന്റെ മൊഴി. എന്നാൽ ശബരിമലയിലെ സ്വർണമാണ് എന്നും അത് ഈ ദേവസ്വം സ്വത്താണ് എന്നും വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നത്. പോലീസ് വെളിപ്പെടുത്താൻ മടിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ ഇ.ഡി കണ്ടെത്തുന്നത് SITക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലറിയിലും ഇ.ഡി നേരിട്ട് റെയ്ഡ് നടത്തുന്നതോടെ സംസ്ഥാന പോലീസിന്റെ പരിധിക്കപ്പുറമുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങൾ പുറത്തു വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. രാഷ്ട്രീയ വൻമരമങ്ങൾക്കും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഇ.ഡിയുടെ എൻട്രി ഒരുപോലെ നെഞ്ചിടപ്പേറ്റുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ SITയുടെ പല കണ്ടെത്തലുകളും ഇ.ഡി തിരുത്തി എഴുതും എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇ.ഡിയുടെ അന്വേഷണം എങ്ങനെയായിരിക്കും? SIT ഇതുവരെ സ്വർണം ആര് കടത്തി എന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എങ്കിൽ ആ സ്വർണം എവിടെ പോയി, അതിലൂടെ ഉണ്ടായ സാമ്പത്തിക ലാഭം ആർക്കെല്ലാം ലഭിച്ചു എന്നതിലാണ് ഇ.ഡി ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ചെന്നൈയിലെ പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിൽ നിന്നും ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയ സ്വർണത്തിന് പുറകെ വലിയൊരു ഭാഗം സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന സംശയം ഇ.ഡിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹവാല ഇടപാടുകളിലൂടെ പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഇ.ഡി ശേഖരിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും ബിനാമി സ്വത്തുക്കളിലേക്ക് പണം ഒഴുകിയിട്ടുണ്ടോ
എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇരുവരെയും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ച് പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമാണ് എന്ന് SIT കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തലുണ്ടാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടക്കം മുതൽ അന്വേഷണം വഴിതെറ്റിക്കുവാനും പങ്കില്ലെന്ന് തെളിയിക്കാനുമാണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ സ്വർണം പൂശിയ ലോഹത്തിന്മേൽ വീണ്ടും സ്വർണം പൂശുവാനുള്ള സാങ്കേതിക വൈദഗ്ധ്യമില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് ചെമ്പുപാളി എന്നുമായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ മൊഴി. ശബരിമലയിലെ സ്പോൺസർഷിപ്പിനായിട്ട് സഹായിച്ച ഇടനിലക്കാരൻ എന്ന പരിചയം മാത്രമാണ് പോറ്റിയുമായിട്ടുള്ളത് എന്ന് വരുത്തി അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിരുന്നു ഈ ഗോവർദ്ധൻ ആദ്യം ശ്രമിച്ചത്. കേരള പോലീസിന്റെ പരിധിക്കപ്പുറമുള്ള ചെന്നൈ, ബെല്ലാരി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ സ്വർണ്ണക്കടത്ത് മാഫിയകളെ കേന്ദ്രീകരിച്ച് ഇ നേരിട്ട് റെയ്ഡുകൾ നടത്താൻ പോകുന്നു. നിലവിൽ ജയിലിലുള്ള പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുന്നതോടെ സ്വർണ്ണക്കൊള്ളയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള വമ്പൻ സ്രാവുകളെ ഇ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. ഇനി അറസ്റ്റിലാകാനുള്ളത് ഒരു മുൻ മന്ത്രി മാത്രമാണോ? ആ മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഒപ്പം തന്നെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണമടക്കം അടിച്ചു മാറ്റുന്നതിന് പിന്നിലും ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തികൾ നടത്തിയതിന് പിന്നിൽ ഈ CPMന്റെ നേതാക്കൾ മാത്രമല്ല, മുൻ മന്ത്രി, കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അതിനകത്തെ CPM അനുകൂല തൊഴിൽ സംഘടനകൾ അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ അടക്കമുള്ളവരുടെ പ്രതിനിധികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ EDയുടെ അന്വേഷണം വരുമ്പോൾ, ഇപ്പോൾ എന്തായാലും SITയുടെ അന്വേഷണം ഇങ്ങനെ മന്ദഗതിയിലായ സ്ഥിതിക്ക് ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ഇനി EDയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയിലാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ മുൻ മന്ത്രിയാണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രിയാണെങ്കിലും ഇനി അതല്ല ഇതിനു മുകളിൽ ഈ പത്മകുമാറിന് മുകളിലുള്ള ദൈവതുല്യൻ എന്ന് പറയപ്പെടുന്നത് ആരാണോ ഒരാൾ, അതിനി തന്ത്രിയാണോ അതോ മന്ത്രിയാണോ, ആരാണെങ്കിലും അകത്താകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.